ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് മുന്തിരി വെച്ചൊരു ഫേഷ്യൽ ചെയ്യാം. അതിലേക്ക് വേണ്ടി 2 മുന്തിരിങ്ങയുടെ നീരും കുറച്ച് തേനും എടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്താൽ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കതിനെ ഒന്ന് തുടച്ച് കഴുകിക്കളയാം. നമ്മൾ ചെറിയ രീതിയിലൊന്ന് നൈസായിട്ട് എല്ലാം കഴുത്തിലും എല്ലാം നമ്മൾ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറേ ദിവസമായില്ലേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട്, അപ്പം ഇന്നൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയി കളയാമെന്ന് കരുതി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ ആദ്യം അതെല്ലാം തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും നമുക്ക് കുറച്ച് നീരും കൂടെ എടുത്ത് മുന്തിരി നീരെടുത്തു, അതിലൊരു നുള്ള മഞ്ഞളിട്ടു, കുറച്ച് തൈരും കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞളും തൈരും മുന്തിരി നീരും കൂടെ നല്ല ഒരു കുറച്ചുകൂടെ മുഖത്തിന് നല്ലൊരു ഇതുണ്ടാവും കേട്ടോ. നല്ലൊരു വൈറ്റ് കളറുണ്ടാവും, നല്ല ഗോൾഡൻ കളറായി മാറും. അതിലേക്ക് വേണ്ടി ആദ്യം നമ്മൾ അതിനെയും കൂടെ തേച്ച് നമുക്കൊന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്യാം. നമ്മൾ കഴുത്തിലെല്ലാം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. കഴുത്തിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇന്ന് മൊത്തത്തിലൊന്ന് ബ്യൂട്ടിഫിഷൻ കോഴ്സിന് ഞാൻ ചേരാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വെച്ചുള്ള ഒരു ചെറിയ ഫേഷ്യലാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ പ്രയാസമാണ്, എന്നാലും ഞാൻ നിങ്ങളെ വീണ്ടും വിളിക്കുകയാണ്. എല്ലാവരും വന്ന് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് 2 സ്പൂണ് കടലമാവ്, കുറച്ച് മഞ്ഞൾ, തൈര്, നമ്മളെ മുന്തിരിയുടെ ചാറ്, കുറച്ച് തേൻ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊരു പാക്ക് അങ്ങ് മുഖത്ത് തേച്ചങ്ങ് പിടിപ്പിക്കുക. തിരിച്ച് പിടിച്ച് ഒരു 10-20 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ. കടലമാവായതുകൊണ്ട്. കടലമാവ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെന്താ അരിപ്പൊടി ചേർക്കാം കേട്ടോ. നല്ല സ്മൂത്തായ അരിപ്പൊടി ചേർക്കാം. എല്ലാവർക്കും കടലമാവ് പറ്റില്ല എങ്കിൽ ഈ സ്ഥാനത്ത് അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ മുൾട്ടാനി മിൽറ്റ് ചേർക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഈ മുന്തിരിയുടെ നീര് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ. മുഖത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകൂല, ഒരു നല്ല എഫക്റ്റ് കിട്ടും. ഇതൊക്കെ നല്ല ഐറ്റംസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനിതൊക്കെ തേച്ച് ഒരു 10 മിനിറ്റോളം ആയപ്പോഴേക്കും ഞാൻ കഴുകി കേട്ടോ. കാരണം അത് നല്ലവണ്ണം ഉണങ്ങിയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് ഒന്നും ഇടേണ്ടി വന്നില്ല. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കടലമാവായതുകൊണ്ടും, പിന്നെ മുന്തിരി, തേന്, ഇതെല്ലാം പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അങ്ങനെ ഞാനത് ഒരു 20 മിനിറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് കഴുകിക്കളഞ്ഞു. എനിക്ക് മുഖത്ത് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിസ്സാരമായ കാര്യങ്ങളാണ്. കടലമാവൊക്കെ എന്തായാലും വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ ഒരു 100 ഗ്രാം കടലമാവ് വാങ്ങിച്ച് നമ്മളൊരു പോണി തട്ടി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നാൽ മതി. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനത് കഴുകിയിട്ട് വന്നു. കഴുത്ത് കഴുകില്ല കേട്ടോ. കഴുത്ത് കഴുകുമ്പം കഴുത്തിൽ ഒഴിച്ചിറങ്ങും, അതുകൊണ്ട് കഴുത്ത് കഴുകില്ല. മുഖമൊക്കെ നല്ലവണ്ണം കഴുകി അത് കഴിഞ്ഞാൽ ഞാൻ തുടച്ച് കാണിക്കുകയാണ്. ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കണത്. നല്ലവണ്ണം അങ്ങനെ കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. പൊതുവിൽ എൻ്റെ മുഖത്ത് കുറേ കറുപ്പൊക്കെ ഇളവിയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചൊരു നുള്ള് പച്ച വെളിച്ചെണ്ണ തേച്ച് മുഖത്തങ്ങനെ ഇട്ടിക്കാൻ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ക്രീം ഇടുന്നതിനേക്കാളും നമ്മൾ സ്വന്തം വെളിച്ചെണ്ണ തേക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് അങ്ങ് തള്ളി. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചപ്പോഴത്തേക്കും അതെല്ലാം പോയി. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും മുഖത്ത് പച്ച വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ എപ്പോഴും നല്ലതാണ്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.